എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുമ്പളങ്ങയാണ് കറി വെക്കുന്നത്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് ഞാൻ ചെത്തി കഴുകി ഞുറുക്കി ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു 3 പച്ചമുളകാണ് ഇവിടെ എരിവിനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളകാണ് എരിവിന് ചേർത്തത്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതിന് ചേരാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു കുറച്ച് വെള്ളം, ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ ഒരു മുറി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഒരു ചെറിയ സ്പൂണ് ജീരകം, ഒരു 3 ചെറിയ ഉള്ളി, ഇതും കൂടെ ചേർത്താണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇത് അരയ്ക്കാനായിട്ടൊരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാ പേസ്റ്റ് പോലെ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി വെന്തോന്ന് നോക്കാം. പാകത്തിന് വെന്തിരിപ്പുണ്ട് തക്കാളിയും കുമ്പളങ്ങയും. ഇനി ഇത് മുളക് പൊടി ചേർത്ത് കറി വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം വാളംപുളി പിഴിഞ്ഞ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നു. പുളിവെള്ളം ചേർക്കാതെയും ഈ കറി വെക്കാം. എനിക്ക് പുളി ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പുളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് എന്തുമാത്രം വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവിയാക്കണം. ഇതിപ്പം പാകത്തിന് ഗ്രേവിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. കണ്ടോ, ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരികയെന്ന് പറഞ്ഞാൽ തിളച്ച് അങ്ങ് മറിഞ്ഞീയണ്ട, അങ്ങ് പയ്യെ തിളച്ച് അങ്ങ് പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്, കണ്ടോ. നല്ല സുന്ദരമായ കറിയാണ് ഇങ്ങനെ കുമ്പളങ്ങയും തക്കാളിയും കൂടെ വയ്ക്കുന്നത്. ഈ ഒരു കറി മതി ചോറുണ്ണാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ അധികം എണ്ണ ചേർത്ത് വയ്ക്കാറില്ല. എണ്ണ ചൂടായി വന്നപ്പം ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം അതേ സ്പൂണിന് തന്നെ ഒരു സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. ഉലുവയും പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു 3 വറ്റൽമുളക് മുറിച്ചതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. ഇതാ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മൂത്തതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അത്ര ടേസ്റ്റാണിത് ഇങ്ങനെ വെച്ചാൽ. കണ്ടോ, നല്ല അടിപൊളി കറിയാണ്. നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.